തഹജ്ജുദ് നിസ്കരിക്കാതിരിക്കൽ നല്ലതാ. നിസ്കരിക്കുന്നതിനേക്കാൾ നിസ്കരിച്ചാൽ നേരം വെളുക്കുമ്പോൾ ഞാൻ നല്ലവനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ നിസ്കാരം ഒഴിവാക്കലാണ് നല്ലത്. തെളിവ് പറഞ്ഞുതരാം, അതിനും തെളിവ് പറഞ്ഞുതരാം. ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ നേരം വെളുക്കോളം കടന്നുറങ്ങുക, സുബഹിക്ക് ഖേദിച്ചുകൊണ്ട് എണീക്കുക. എന്തിനു കഴിഞ്ഞില്ലല്ലോ? വർക്കപ്പറ എന്തിനാ നോക്കിയിരിക്കണ്? മഹാന്മാർ ആരാ പറയുന്നത്? ഇബ്നു അജീബ് തങ്ങൾ റളിയല്ലാഹു അൻഹു നേരം സുബഹി വരെ കടന്നുറങ്ങുക, എന്നിട്ട് ഖേദിച്ച് സുബഹിക്ക് എണീക്കുക. ഖേദിച്ചു. എന്തുകൊണ്ടാ ഖേദിച്ചത്? പറ കുട്ടിയെ, എന്തുകൊണ്ടാ ഖേദിച്ചത്? ഞാനൊരു തഹജ്ജുദ് വരെ നിസ്കരിച്ചിട്ടില്ലല്ലോ എന്ന് ഖേദിച്ചുകൊണ്ട് എണീക്കലാണ് അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടം, മിൻ അൻ അബീത ഖായിമാ വഅസ്ബഹ മുഅജിബാ. നേരം വെളുക്കുന്നവരെ തഹജ്ജുദ് നിസ്കരിക്കുകയും നേരം വെളുത്തിട്ട് ഞാൻ നല്ലവനാണെന്ന് മനസ്സിലാക്കി പുറത്തിറങ്ങുകയും ചെയ്യുന്നതിനേക്കാൾ തഹജ്ജുദ് നിസ്കരിക്കാതെ കടന്നുറങ്ങലാണ് മുഅ്മിനായ മനുഷ്യൻ നല്ലത്. അങ്ങനെയുണ്ട്. فمحمدنا هو سيدنا فالعز لنا لإجابته الله والله والله والله. നമ്മളൊക്കെ അന്നേരം രാജസ്കരിച്ചോല, അപ്പോൾ സന്തോഷമുണ്ട്. എന്ത് നല്ല 5 വക്തുണ്ട്, പറയ് 5 വക്തുണ്ട്, അത്യാവശ്യ സുന്നത്തുണ്ട്, തഹജ്ജുദുണ്ട്. നേരം വെളുത്തുവരുത്തൻ കോട്ട് വായിട്ടിട്ട് ഇങ്ങനെ പീടിയൊക്കെ ഇറങ്ങി വരാം, ഇങ്ങനെ പോത്തിന്റെ മാതിരി പറയേക്കും, ഇങ്ങനെ പോത്തിന്റെ മാതിരി ഉറങ്ങിക്കും. ഒരു 2 റക്അത്ത് തഹജ്ജുദ് എങ്ങനെ നിസ്കരിച്ചുകൂടാ? അമുക്കാനൊക്കെ ഇവൻ അള്ളാന്റെ അടുക്കൽ മൗഫൂറായിരിക്കും, ഇവൻ മുത്തക്കബ്ബിറായിരിക്കും. ഇവൻ അള്ളാന്റെ അപ്പുറത്തെ കസേരയിൽ ഇരിക്കണ അമുക്കാണ്. ആര്? ഈ തഹജ്ജുദരൻ. ഏതാ അള്ളാന്റെ അപ്പുറത്തെ കസേര? അതേതാ? അള്ളാന്റെ അപ്പുറത്തെ കസേര ഏതാ? അള്ളാന്റെ അപ്പുറത്തെ കസേര ഏതാ? നിങ്ങൾക്കാണല്ലോ 222 ക്ലാസ്സിൽ തന്ന്. അള്ളാന്റെ അപ്പുറത്തെ കസേര ഏതാ? നമ്മൾ ആ ബെയ്ത്തിലുണ്ടല്ലോ, എണീറ്റിൽ നിന്ന് ബെയ്ത്തിലുണ്ടല്ലോ. എന്ത് ആ ബെയ്ത്തിലുണ്ട്? ആ ബെയ്ത്തിലുണ്ട്. ഫലം യസൽ മുതഖദ്ദിസ ذاتًا ووصفًا في كمال غناه سبحانه القدوس في عن كل ما لا ينبغي لعلاه حقا رداء الكبرياء له فما أرد المنازع فيه ما شقاه. അഹങ്കരിക്കാനുള്ള അധികാരം അവന് മാത്രമാണ്. ഹഖൻ റിദാഉൽ കിബ്രിയ, ഞാൻ വലിയവനാണെന്ന് വിചാരിക്കാനുള്ള അധികാരം അവന് മാത്രമാണ്, വേറൊരാൾക്കും അധികാരമില്ല. ഹഖൻ റിദാഉൽ കിബ്രിയാഇ ലഹു ഫമാ അർദൽ മുനാസിഅ ഫീഹി മാ അശ്ഖാഹു. അതല്ലത് കടന്നുറങ്ങുക, നല്ല ഉറങ്ങുക. 9-9:30 മണിക്ക് ഒറ്റ ഉറക്കം. 5:30 സുബഹിന്റെ ബാങ്ക് കൊടുത്തപ്പോൾ എണീറ്റു. അപ്പോ ഇന്ന് തഹജ്ജുദും കിട്ടിയില്ലല്ലോ, പമ്പറന്നോളെ ഷിന്നെ വിളിച്ചില്ലല്ലോ. അപ്പോഴും പറയാം, എന്ത് നിങ്ങളെ വിളിക്കണം, ഞാനും എണീറ്റിട്ടില്ല. പിറ്റേന്നും അങ്ങനെ തന്നെ. എന്നിട്ട് ഓരെന്തോന്ന് പറയാം, ഞങ്ങൾ കങ്ങളെ കണ്ടാലും കാര്യം പോക്കാണ്, ഉസ്താദേ ഒന്ന് നന്നാണം, നന്നായിട്ടില്ല. നേരെ മറിച്ച് തിരിച്ചെന്ത് പറയാം, അൽഹംദുലില്ലാഹ് കുറെ കാലമായി തഹജ്ജുദ് മുടങ്ങിയിട്ടില്ല, അൽഹംദുലില്ലാഹ് ഇനി പണം മരിച്ചിട്ടാൽ മതി, അങ്ങനെ ചെല്ല് ചവിട്ട് കിട്ടാൻ. നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല മനസ്സിലാക്കണം. പറഞ്ഞെന്നാലും മനസ്സിലാവൂല, പറയുന്നവനും മനസ്സിലായിട്ടില്ല. ഇബാദത്ത് ഞങ്ങൾക്ക് പിടിച്ചിരുന്നോളി ഒരു കാര്യം പറഞ്ഞുതരാം, പിടിച്ചിരുന്നോളി ഞങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. അല്ലാഹു തആല ഖലഖൽ മലായികത യൗമ ഖലഖഹും. അല്ലാഹു തആല ചില മലക്കുകൾ പഠിച്ചിട്ടുണ്ട് ആകാശ ലോകത്ത്. ഖലഖഹും വഹും ഖായിമൂൻ. അല്ലാഹു അവരെ
ഖിയാമിൽ നിൽക്കുന്നവരായിട്ട് പഠിച്ച് മിൻ യൗമ ഖലഖഹും ഇലാ യൗമിൽ ഖിയാമ. അവർ ഖിയാമില എന്ന് മുതൽ ഇന്ന് വരെ കോടാനക്കോടി കൊല്ലം ഖിയാമില. യദ്കുറുല്ലാഹ്, അവർ ദിക്റിലും ഖിയാമിലുമാണ്. അവർ നിൽക്കന്നെ മിൻ യൗമ ഖലഖഹും, അവരെ പടച്ചത് മുതൽ ഖിയാമിലാണ്. ഏതുവരെ? ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഖിയാമിലാണ്. വഖലഖൽ മലായിക, വേറെ കുറെ മലക്കുകൾ അല്ലാഹു പഠിച്ചിട്ടുണ്ട്. വഹും റാക്കിഊന മിൻ യൗമ ഖലഖഹും, അവരെ പടച്ചന്ന് മുതൽ അവരായ മിൻ യൗമ ഖലഖഹും ഇലാ യൗമിൽ ഖിയാമ, പടച്ചന്ന് മുതൽ അവരെ ഖിയാമില. ഏത് കാലം വരെ ഖിയാമിലാണ്? പറ, ഏത് കാലം വരെ ഖിയാമിലാണ്? ഖിയാമത്ത് നാൾ വരെ ഖിയാമിലാണ്, റുക്കൂഇലാണ്. വഖലഖ മലായികത്തുൻ ഉഖ്റ, വേറെ കുറച്ച് മലക്കുകൾ അല്ലാഹു പഠിച്ചിട്ടുണ്ട്. ഖലഖഹും വഹും സജിദൂന, അവർ സുജൂദിലായി കൊണ്ടാണ് പഠിച്ചത്. മിൻ യൗമ ഖലഖഹും ഇലാ യൗമിൽ ഖിയാമ, അവരെ പടച്ച അന്ന് മുതൽ സുജൂദില. ഏതുവരെ? ഖിയാമത്ത് നാൾ വരെ. അവരെ പടച്ച തന്നെ ഈ വളഞ്ഞു കുത്തിയ സുജൂദിലായി കൊണ്ടാണ്. ഇനി അവർ സുജൂദ് കിടക്കണം എത്ര കൊല്ലം? കോടാന കോടാന കോടാന. ഇങ്ങോട്ട് നോക്കി കണ്ണിനീമ വെട്ടിയാൽ അബദ്ധം സംഭവിക്കും. മിൻ യൗമ ഖലഖഹും ഇലാ യൗമിൽ ഖിയാമ യദ്കുറൂനല്ലാഹ്, സുജൂദ് കിടന്ന് ദിക്റല്ലിനോട്, റുക്കൂഇ കിടന്ന് ദിക്റല്ലിനോട്, ഖിയാമിൽ നിന്ന് ദിക്ർ. വഖലഖ മലായികത്തൻ ഉഖ്റ വഹും ഖായിദൂന, ഇരിക്കണ കോലത്തിലെ കുറച്ച് മലക്കുകളെ പഠിച്ച്. യദ്കുറൂനല്ലാഹ് മിൻ യൗമ ഖലഖഹും ഇലാ യൗമിൽ ഖിയാമ, പടച്ച അന്ന് മുതൽ ദിക്റല്ലി ഇരിക്കുക, പടച്ച അന്ന് മുതൽ സുജൂദിൽ കിടക്കുക, ദിക്റല്ലി സുജൂദിൽ കിടക്കുക, പടച്ച അന്ന് മുതൽ ദിക്റല്ലി റുക്കൂഇ കിടക്കുക, പടച്ച അന്ന് മുതൽ ദിക്റല്ലി ഖിയാമിൽ ഇരിക്കുക. അങ്ങനത്തെ ജനങ്ങളെ, മലക്കുകളെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അമലുകൾ നിർത്തും. യൗമ യുൻഫഖു ഫിസ്സൂർ, സൂർ എന്ന കാളത്തിൽ ഓടുന്ന ദിവസം നിന്നു കഴിഞ്ഞു. അതുവരെ സുജൂദില, അതുവരെ റുക്കൂഇല, അതുവരെ ഖിയാമില, അതുവരെ ഖുഊദില. സൂറിൽ ഊരിയാൽ നിന്ന് ഇനി അവർക്ക് ആ പണിയില്ല. അപ്പോൾ ഫയഫ്റഊന മിൻ ഇബാദാതിഹിം, അവരുടെ ഇബാദാത്തിൽ നിന്ന് അവർ വിരമിക്കും. വയദഊന റബ്ബഹും, റബ്ബിനോട് ദുആ ചെയ്യും. മഅബദ്നാക ഹഖ ഇബാദതിക, നിനക്ക് ഇബാദത്ത് ചെയ്യേണ്ട വിധത്തിൽ ചെയ്തിട്ടില്ല, മാപ്പാക്കണേ മാപ്പാക്കണേ. സുബ്ഹാനല്ലാഹ്. എന്താ പറയുള്ളത്? പിന്നെന്താ നിന്റെ എൻ്റെ 2 റക്അത്ത് തഹജ്ജുദ്? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ഗൈറുല്ലാഹ് അലൻ നബി സല്ലല്ലാഹു ഹഖ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. അവസാനിപ്പിച്ചു കഴിഞ്ഞു. എന്താ വിഷയം? ഞാൻ നല്ലവനാണെന്ന് ആരും വിചാരിക്കണ്ട, അതൊന്റെ നാശമാണ്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഖുത്ബുൽ അഖ്താബ് എന്ന് പറയപ്പെടുന്ന മഹാനാണ് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി. മരിക്കുമ്പോൾ കരിയന്നെ പൊട്ടി കരിഞ്ഞ മരിച്ച് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി. ഞാൻ എന്താ അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരാൾ കരിഞ്ഞ മരിച്ച്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എന്താ എത്ര കിതാബിൽ അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്? തഹജ്ജുദ് നിസ്കരിക്കാത്തതിൽ ഖേദത്തിൽ സുബഹി നേരത്തെ എണീക്കലാണ് ചിലപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത്. ഒരു വരിയുണ്ടല്ലോ ബുർദയുടെ തുടക്കത്തിൽ, ഒരു വരിയുണ്ടല്ലോ ولا ترم بالمعاصي كسر شهوتها إن الطعام يقوي شهوة النهم. അവിടെ ഉണ്ടല്ലോ ഒരു വരി فلا تسمي നവരിന്റെ തുടക്കം. وإن هي استحلت المرعى فلا تسمي. എന്താണ് ആ വരിയുടെ തുടക്കം? وإن هي استحلت المرعى فلا تسمي. മേച്ചിൽ പുറത്ത് പുല്ലുണ്ടെങ്കിലും വല്ലാതെ മേയാൻ വിടരുത്. മേച്ചിൽ പുറം മധുരദായകമായാലും ഒന്ന് പിടിച്ചാളാ. وراعيها وهي في الأعمال سائمات
وإن هي استحلت المرعى فلا تسمي كم حسنت لذة للمرء قاتلة من حيث لم يدري أن السم في الدسم مولاي صل وسلم دائما أبدا നിന്റെ നഫ്സിനെ നീ ഒന്ന് നിയന്ത്രിച്ചാളാ. സാലിഹായ അമലുകളിൽ മേഞ്ഞു നടക്കുകയാണെങ്കിലും പല സൈസുകളും അമലോട് അമൽ തന്നെ അമലിൽ മേഞ്ഞു നടക്കുകയാണെങ്കിലും നഫ്സിനെ ഒന്ന് നിയന്ത്രിച്ചാളാ. എന്തുകൊണ്ട്? മേച്ചിൽ പുറം മധുരദായകമായാലും വല്ലാതെ മേയാൻ വിടണ്ട. എന്തുകൊണ്ട്? ചിലപ്പോൾ ആ മേച്ചിൽ അഹങ്കാരമുണ്ടാക്കും. كم حسنت لذة للمرء قاتلة من حيث لم يدري أن السم في الدسم كم حسنت لذة للمرء قاتلة. എത്ര നല്ല സാധനങ്ങളാണ് മനുഷ്യനെ കൊന്നത്. തങ്കഭസ്മം അല്പം കഴിക്കുന്നത് ആരോഗ്യദായകമാണ് എന്ന് എം.ജി. രാമചന്ദ്രൻ അറിഞ്ഞു. അന്ന് മുതൽ അയാൾ തങ്കഭസ്മം കഴിച്ചു. തങ്കഭസ്മമാണ് എം.ജി.ആർ കൊന്നത്. നിങ്ങളിൻ്റെ കൂടെ ഇല്ല, നിങ്ങൾ ഉണ്ടോ? എം.ജി.ആർ വലിയ മുതലാളിയാണ്. അപ്പൊ എത്രയും എന്ത് തിന്ന? തങ്കഭസ്മം തിന്ന വലിയ മുതലാളിയല്ലേ. തങ്കഭസ്മം ഓരിടും തിന്നും. തങ്കഭസ്മം അപൂർവമായി മരുന്നിൽ ഇങ്ങനെ ഒരു ലേശം കൂട്ടേണ്ട സാധന. അപ്പോൾ തങ്കഭസ്മം ആരോഗ്യദായകമാണെന്ന് അറിഞ്ഞപ്പോൾ എം.ജി. രാമചന്ദ്രൻ എന്ത് ചെയ്തു? വലിയ മുതലാളിയല്ലേ ആര്? എം.ജി. രാമചന്ദ്രൻ തമിഴ്നാട് മുഖ്യമന്ത്രി. നിങ്ങളെന്താ അന്തപ്പെട്ടിരിക്കണം അല്ലേ? എം.ജി.ആർ കേട്ടിട്ടില്ലേ? എന്നെ കേട്ടില്ലെങ്കിൽ കേട്ടോളി. നിങ്ങളൊക്കെ നല്ല നല്ല മനുഷ്യന്മാരെ കേൾക്കാൻ സാധ്യത കുറവാണ്. എന്നാ പറഞ്ഞാൽ എം.ജി. രാമചന്ദ്രൻ തങ്കഭസ്മം കൂടുതൽ തിന്നിട്ട് മരിച്ചതാ. അതാണ് ഈ ബൈത്ത് പറയുന്നത്. രസകദായകമായി തോന്നുന്ന കാര്യം അത് ചിലപ്പോൾ നിന്റെ കൊലയാളിയായിരിക്കും. എന്നും സുന്നത്തോമ്പ ഒരു സാധുവിൻ്റെ പെരി പോയി. അപ്പോൾ ചോറുന്ന ചോറ്റിന് വിളിച്ചു. ചോറും ഇങ്ങനെ കുഴച്ചിന് തിന്നുമ്പോൾ സാലിയായ മനുഷ്യൻ കയറി വന്നു. ചോറുന്നാൻ പോയി. പിന്നെയും വിളിച്ചു 3 വട്ടം വിളിച്ചു. പിന്നെയും വിളിച്ചു പറഞ്ഞു നോമ്പാണ്. മറ്റവൻ തിന്ന് കഴിഞ്ഞ് ഇറങ്ങിപ്പോന്ന്. അപ്പോൾ ഇവൻ എന്ത് വിചാരിച്ച്? അയാൾ എന്ത് വിചാരിച്ച്? ഇവൻ ഇറങ്ങി വന്നോണ്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ് നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാരൊക്കെ ഉണ്ടായിട്ടാണ് ഇവിടെ മഴ പെയ്യുന്നത്. അപ്പോൾ ചിരിച്ച്. എന്നെ പോലത്തെ നമുക്ക് കേൾക്കാൻ കാര്യമില്ല. ഞങ്ങളൊക്കെ പഠിച്ചപ്പോൾ എന്തിനാണെന്ന് അറിയില്ല. യഥാർത്ഥത്തിൽ നമുക്ക് ഈ ജാഹിലാണ്, ഈ ജാമൂസാണ്. ആര്? ഈ നോമ്പുകാരൻ. ഓൻ ചിരിച്ചു. നിങ്ങളെപ്പോലത്തവരൊക്കെ ഇവിടെ ഉണ്ടായിട്ട് അവിടെ മഴ പെയ്യണം. അപ്പൊ മറ്റവൻ്റെ കയ്യെ പിടിച്ച് മുത്തി. മറ്റവൻ പറഞ്ഞു ഞങ്ങളെ പോലത്തവരൊക്കെ എന്തിനാണ് പഠിച്ചവിടെ ബാക്കിയാക്കണമെന്ന് അറിയില്ല. അപ്പോൾ അവൻ മാനായി. അവൻ അബുദാണ്. അവൻ മോശമാണെന്ന് അവൻ ധരിച്ചു. അപ്പോൾ അവൻ അതിൻ്റെ ഞാൻ നല്ലവനാണെന്ന് ധരിച്ചു. ഈ നോമ്പിന് കയറി വന്ന ഹമുക്ക് വല്ലാത്ത ഇവൻ ഈ തലയെക്കെട്ടുകാരൻ ഇബ്ലീസ. എന്തുകൊണ്ട്? എന്നെ പോണ്ടോണ്ടൊക്കെയാണ് അവിടെ മഴ പെയ്യണതെന്ന് മുമ്പരും മനസ്സിലാക്കി. നിങ്ങൾക്ക് മറിഞ്ഞ് മനസ്സിലായോ? നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കൂടുതൽ വർത്തമാനം വരേണ്ട ആവശ്യമില്ല. അതാണ് ആ പറഞ്ഞത്. അമലുകളിൽ മെയ്യാണെങ്കിലും ഒന്ന് പൊട്ടിച്ചാളാം. ചിലപ്പോൾ അമലുകൾ നിനക്ക് അഹങ്കാരം ഉണ്ടാക്കി തരും. എല്ലാ ദിവസവും പള്ളിക്ക് പിന്നെ മുസാഫിറിനെ മുഴുവനും കുടിച്ച് കൊണ്ടുപോയാൽ അവസാനം നാട്ടിൽ ജനറൽ ബോഡിക്ക് തല്ലുണ്ടാക്കുമ്പോൾ ഇച്ച് പറയും, അല്ലെങ്കിൽ എൻ്റെ പേരക്കുട്ടികളെങ്കിലും പറയും, എന്ത് ഈ പള്ളിക്ക് ഒരാൾ ബാക്കിയുണ്ടെങ്കിൽ ഇൻ്റെ വാപ്പയെ കൊണ്ടുപോയിന് ഞങ്ങളെ വൈകുന്ന ചോറെടുത്ത് കഴിഞ്ഞ് 30 കൊല്ലത്തെ ചോറ് അന്ന് പാത്തില്ലേ. ഞങ്ങളെ കൂട്ടാതെ ഇവിടെ ഒരു കമ്മിറ്റിയോ ഇവിടെ പള്ളിയിൽ മനുഷ്യൻ ബാക്കിയായാലേ ഞങ്ങളെ വൈകുന്ന തിന്നാൻ കൊടുക്കല്. എത്ര കൊല്ലം തിന്നാൻ കൊടുത്തിട്ടുണ്ട്? 30 കൊല്ലം.
അപ്പം മഹലിലെ ബാക്കിയുള്ളവർക്കും മുസാഫിറിനെ ഊരി വെച്ചാൽ നല്ലതാ, നമുക്ക് കിബിർ വരൂല. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഇയാളിപ്പോൾ പറഞ്ഞതിനൊക്കെ എതിരാണല്ലോ പറയണത്. ഇടയ്ക്കെതിരും പറയും. ചിന്തിച്ചോ, ഒരു പ്ലേറ്റ് മാത്രം ഇടണ്ട, വേറെ പ്ലേറ്റ് മാറ്റണം, തിരിച്ചു മറിച്ച് മാറ്റിക്കളാം. അള്ളാഹു നന്നാക്കി തരട്ടെ. അള്ളാഹ്ക്ക് വേണ്ടത് ഇത് നിസ്കരിക്കല്ല, ഇത് നന്നാകുകയാണ്. നന്നാകൽ അബുദാകലാണ്. അള്ളാഹ് മേലൊക്കെ കൊണ്ടുപോകൽ മാനേജറെയല്ല. മാനേജർമാരൊന്നും അള്ളാഹ് കൊണ്ടുപോയില്ല, അടിമയെ കൊണ്ടുപോയി. മാനേജറായിരുന്നു ഫിറൗനെ അള്ളാഹ് എവിടേക്കും കൊണ്ടുപോയില്ല. നമ്രൂദിനെ അള്ളാഹ് എവിടേക്കും കൊണ്ടുപോയില്ല, മാനേജറായിരുന്നു. ഭൂമിയിലെ മാനേജറായിരുന്നു ഫിറൗന്. വഹാദിഹിൽ അൻഹാറു തഹ്തി യജ്രി മിൻ തഹ്തി തജ്രി മിൻ തഹ്തി, ഈ പുഴകളെല്ലാം എൻ്റെ മേൽനോട്ടത്തിലാണ് ഒഴുകുന്നത്. മാനേജറാ. ഓനെ അള്ളാഹ് എവിടേക്കും കൊണ്ടുപോയില്ല. പിന്നെ ആരെയാ കൊണ്ടുപോയത്? ജിബ്രീൽ വന്നപ്പോൾ എനിക്കൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞ ആളെ നമ്മളെടുത്ത് ജിബ്രീൽ വരാത്തും നന്നായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇതെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ പറയും, നിങ്ങൾ വേറെ വല്ലതും ഉണ്ടെങ്കിൽ പറയും. ഇതൊക്കെ ഞാൻ എന്നോ പറയുന്നത്. 3 വട്ടം പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോഴും പറഞ്ഞു മാനബി ഖാരീൻ, അങ്ങനെ പറയാൻ എനിക്ക് കഴിയൂല. പിന്നെയും പറഞ്ഞു കൊടുത്തു. അപ്പോഴും പറഞ്ഞു മാനബി ഖാരീൻ, അങ്ങനെ പറയാനൊന്നും എനിക്ക് കഴിയൂല. പിന്നെയും പറഞ്ഞു. അപ്പോഴും പറഞ്ഞു മാനബി ഖാരീൻ, അങ്ങനെ പറയാനൊന്നും എനിക്ക് കഴിയൂല. ആ മഹാന്റെ കയ്യിലാണ് അള്ളാഹു അറിവിന്റെ മണിച്ചപ്പ് കൊടുത്തത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമിൻ ഫഖൻ നബിയീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖിൻ വലം യുദാനുഹു ഫീ ഇൽം. അറിവിന്റെ മണിച്ചപ്പ് അള്ളാഹു തുറന്നു കൊടുത്തത് അറിവില്ലാത്ത മനുഷ്യന്. ഈ എല്ലാം എൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞവനോ അവൻ എവിടേക്കും അള്ളാഹ് കൊണ്ടിച്ചില്ല. അള്ളാഹു തആല അടിമയായ മനുഷ്യനെ നേരെ കൊണ്ടുപോയി. എവിടെ കൊണ്ടുപോയി? ആകാശത്തിന്റെ ഉച്ചിക്കപ്പുറവും സിദ്റത്തുൽ മുൻതഹയിലേക്ക് കൊണ്ടുപോയി. എവിടൊക്കെ കൊണ്ടുപോയി എന്ന് പോലും ഭൂമിയിൽ ഇന്നൊരു മനുഷ്യൻ അറിയൂല. എവിടേക്കാണ് കൊണ്ടുപോയത് എന്നറിവുള്ള ഒരു മനുഷ്യൻ ഇന്ന് ഭൂമിയിൽ അറിയാൻ ഉണ്ടാവാൻ സാധ്യതയില്ല. എന്തുകൊണ്ട്? അത് അടിമയുടെയും ഉടമയുടെയും ഇടയിലുള്ള രഹസ്യമാണ്. അല്ലാഹുവിന്റെ റസൂലിന് നമുക്കത് കണ്ടെത്താൻ കഴിയില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആരെ കൊണ്ടേത്? അടിമയെ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, അടിമയെ കൊണ്ടുപോയി. മാനേജറല്ല. മാനേജർക്ക് മൂർത്താവിൽ അങ്ങോട്ട് കിട്ടി സയ്യിദുനാ ജിബ്രീൽ. മാനേജർ ജിബ്രീലിന്റെ അടിയിൽ നശിച്ചു. അടിമയാകാനാണ് അധ്വാനിക്കേണ്ടത്. അടിമയാകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അടിമയാണെങ്കിൽ മോശപ്പെട്ടവനാകണം. മോശപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ആളാണ് റബ്ബ്, നല്ലവർക്ക് വേണ്ടിയുള്ളതല്ല. ഷഫാഅത്തി ലിഅഹ്ലിൽ കബായിരി ഉമ്മത്തി മിൻ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൽ മോശപ്പെട്ടവർക്ക് ഞാൻ ഷഫാഅത്ത് ചെയ്യും. അല്ലാഹു തആല ഷഫാഅത്തിൻ്റെ അഹ്ലുകാരിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. അത് രക്ഷയില്ലേ? അല്ലാഹു തആല ആ കൂട്ടത്തിൽ നമ്മളെ ചേർത്ത് തരട്ടെ. മനസ്സറിഞ്ഞ മെമ്പർ അല്ലാഹു തആല ആ കൂട്ടത്തിൽ ചേർത്ത് തരട്ടെ. അപ്പോൾ വിഷയത്തിൻ്റെ 2 മർമ്മങ്ങൾ ഇന്ന് പറഞ്ഞു. ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ് പറയും. എന്താണ്? ഖീല ലി ആയിഷത ഉമ്മിൽ മുഅ്മിനീൻ മതാ യകൂനു റജുലു മുസീഅൻ. എഴുതി വെക്കേണ്ടവർക്ക് എഴുതി വെക്കാം. എന്താ പറഞ്ഞത്? ആയിഷ ബീവിയോട് ചോദിക്കപ്പെട്ടു, എന്ത്? മതാ യകൂനു റജുലു മുസീഅൻ, ഒരു വ്യക്തി എപ്പോഴാണ് ചീത്തയാവുക? അപ്പോൾ ആയിഷ ബീവി മറുപടി പറഞ്ഞത്, ഇദാ വന്ന അന്നഹു മുഹ്സിനുൻ, അവൻ നല്ലവനാണെന്ന് എപ്പോൾ അവൻ ഭാവിക്കാൻ തുടങ്ങിയോ അപ്പോൾ മുതൽ അവൻ ചീത്തയാണ്. വീണ്ടും ഒരു വാക്ക് ഞാൻ ഉദ്ധരിച്ചു. ഒരാൾ പറയാൻ, മഹാന്മാർ പറയാൻ, രാത്രി മുഴുവൻ തേച്ച് കിടന്നുറങ്ങുക, ഉറങ്ങോടുറങ്ങുക. ഖേദിച്ചുകൊണ്ട് സുബഹിക്കണീറ്റു. നദാമത്ത്, ഖേദം വന്നു. തഹജ്ജുദും വിത്റും നഷ്ടപ്പെട്ട കാര്യത്തിൽ ഖേദത്തിൽ എണീറ്റ് നിൽക്കലാണ് ഹബ്ബു ഇലയ്യ, എനിക്കിഷ്ടം. എന്ത്? മിൻ അൻ അബീത ഖായിമൻ വഅസ്ബഹ മുഅജിബ, ഞാൻ നേരം വെളുക്കുന്നവരെ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് നേരം വെളുത്തിട്ട് ഞാൻ യോഗ്യനാണെന്ന് വിചാരിച്ച് നടക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം നേരം വെളുക്കുന്നവരെ കടന്നുറങ്ങിയിട്ട് രാവിലെ ഖേദിച്ചെണീക്കലാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ അടിമയാവും, മറ്റേ ഞാൻ ഉടമയാവും. മനസ്സിലായില്ല? ഖേദിച്ചപ്പോൾ ആരായി? അടിമയായി. കേടല്ലാത്തവനാരാ? ഉടമയാ. ഇന്ന് നമ്മൾ ഇനി ഓതാൻ പോകുന്ന സ്വലാത്തിലുണ്ട്, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ മുസ്തഗ്ഫിരീൻ. اللهم صل على صل وسلم على سيدنا محمد سيد النادمين. ദാർത്ഥം സയ്യിദ് നാദിമീൻ, നദാമത്ത്, ഖേദം. സയ്യിദ് നാദിമീൻ, ഖേദിച്ചവരുടെ നേതാവിൻ്റെ മേൽ സ്വലാത്ത് കൊടുക്കണം. പേൻ സുബ്ഹാന ജല്ല വഅല. അപ്പൊ ഖേദിച്ചു അല്ല, ഖേദിച്ചവരുടെ
അയല മുസ്സലാത്ത് എന്നല്ലേ നമ്മൾ ദിവസം ഇവിടെ അയല മുസ്സലാത്ത് എല്ലാവരില്ലേ? അയല മുസ്സലാത്തിലെ വരികയാണെന്ത്? അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൻ നാദിമീൻ. എന്താ അർത്ഥം? അല്ലാഹുവേ നീ സ്വലാത്തു സലാം കൊടുക്ക് ആരമേൽ? മുഹമ്മദ്. ആരാണ് ഈ മുഹമ്മദ് നബി? സയ്യിദിൻ നാദിമീൻ, ഖേദിച്ചവരുടെ നേതാവ്. അപ്പോൾ ഏതടിമയെക്കാളും ഖേദിച്ചിട്ടുണ്ട് ആര്? മുഹമ്മദ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖായത്. മറ്റൊന്ന് സ്വയം അഷ്റഫുൽ ഖൽഖായപ്പോൾ അവൻ ഇബ്ലീസായി. ഞാൻ ഏറ്റവും മഹാനായപ്പോൾ അല്ലാഹു ഇബ്ലീസാക്കി. ഏറ്റവും ഖേദിച്ചപ്പോൾ അഷ്റഫ്. പറ കുട്ടി, എന്താണ് ഇതിന്റെ ഔട്ട്പുട്ട് പറ. ഒരു മനുഷ്യൻ ഏറ്റവും ഖേദിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖായി, ഒരാൾ ഏറ്റവും യോഗ്യനായപ്പോൾ അല്ലാഹു ഏറ്റവും മോശാക്കി. ആര്? ഇബ്ലീസ്. സ്വയം ഏറ്റവും യോഗ്യനായപ്പോൾ ഏറ്റവും മോശാക്കി, ഏറ്റവും ഖേദിച്ചപ്പോൾ ഏറ്റവും നേതാവാക്കി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നന്നാക്കി തരട്ടെ. അതുകൊണ്ട് മനസ്സെന്ന് പറയാം. ഇലഹീലസ്തുലിൽ ഫിർദൗസി അഹ്ലഹാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ ഫഇന്നക ഗാഫിർ ദംബിൽ അളീമി. തന്നെ പടച്ചത് മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള കോടാനക്കോടി കൊല്ലം സുജൂദിൽ കടന്ന മലക്ക് എണീക്കുമ്പോൾ പറയുക, നിനക്ക് ഇബാദത്ത് എടുക്കേണ്ട വിധത്തിൽ ഞങ്ങൾ പിന്നെ എന്താണ് മോനെ എന്റെയും നിന്റെയും നിസ്കാരം? അൽ ഫാത്തിഹ.